ഹലോ എവ്രിബഡി, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിന് വേറെ കറിയൊന്നും വേണ്ട കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ട് ഇതൊരു 10 കപ്പോളം വെള്ളമുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് നന്നായി തിളയ്ക്കാനായി വെക്കുക. ഏകദേശം തള വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി. ഇപ്പോൾ ഇത് 3 കപ്പോളം അരി നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊടുത്താൽ മതി. വേവ് ഒരു 80% ആകുമ്പോൾ നമുക്ക് എടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് അടുത്തത് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ എല്ലാ വെജിറ്റബിളും സ്റ്റിർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുക. ഇത് ഒരു വലിയ സവാളയാണ് അടുത്തത് ആഡ് ചെയ്തത്. ചെറുതായിട്ട് അരിഞ്ഞ വലിയ സവാള ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഐറ്റമാണ് ഇത്. സ്ഥിരമായി കഴിക്കുന്ന ഫ്രൈഡ് റൈസിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അടുത്തതായിട്ട് ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ കൂട്ടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 or 3 വേണ്ടി വരും. ഇത് ബീൻസ് ആണ്. ഒരു 10 or 15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു വലിയ ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് യോജിപ്പിക്കാം. നമ്മളുടെ അരി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഒരു 15-20 മിനിറ്റ് മതി അരി ആവാൻ. 15 മിനിറ്റോളം മതിയാവും. ആയിട്ടില്ല. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ബാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി. സോസസ് ആഡ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്രൈഡ് റൈസിൽ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. സെലറിയാണിത്. സെലറി ഞാൻ 2 ടേബിൾ സ്പൂണോളം സെലറി ആഡ് ചെയ്തു. സോയാ സോസ് ആണ് അടുത്തത് ആഡ് ചെയ്യേണ്ടത്. സോയാ സോസ് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാരയാണ്. പഞ്ചസാര ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. ഇപ്പൊ നമുക്കിനി അരി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അരി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇത് കോരി മാറ്റി വെക്കണം. അരിയെല്ലാം ഊറ്റി മാറ്റി വെക്കുക. ബാക്കിയുള്ള മിക്സറിലേക്ക് വേണ്ട കാര്യങ്ങൾ പറയാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമ്മളുടെ മുട്ടയുടെ മിക്സർ ചേർത്തു ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി പൊരിച്ചെടുക്കുന്ന മാതിരി തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ചിക്കൻ ഇപ്പോൾ ഞാനിത് ഷെഷ്വാൻ സോസും ചേർത്തിട്ട് ചിക്കൻ ഒരു 2 വിസിലോളം കുക്കറിൽ കളഞ്ഞ ചിക്കനാണിത്. അതൊന്ന് നമുക്ക് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഒന്ന് ചെറുതായി സോർട്ട് ചെയ്താൽ മാത്രം മതി. അതിലേക്ക് നമ്മളുടെ മുട്ടയുടെ കൂട്ടുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിളിന്റെ മിക്സ് എടുത്ത് ചേർക്കുക. ഫുൾ മിക്സ് ഞാൻ ചേർക്കുന്നില്ല. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. എൻ്റെ കയ്യിൽ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്ത നമ്മളുടെ മെയിൻ ഐറ്റമാണ്. ഇതാണ് ഷെഷ്വാൻ സോസ്. 2 ടേബിൾ സ്പൂണോളം ഷെഷ്വാൻ സോസ് ഇപ്പം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഈ ഐറ്റത്തിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സാധനം. സോയാ സോസ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1/2
ടീസ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്തു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ടിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അതിനുശേഷം നമ്മളുടെ ഊറ്റി മാറ്റി വെച്ച 80% വെന്ത ചോറ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ചോറ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് ബേൺഡ് ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നല്ല ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല പുക വരുന്ന ഒരു സമയമാകുമ്പോൾ പെട്ടെന്ന് അത് നമ്മൾ ഫ്രൈഡ് റൈസിന്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈഡ് റൈസിന്റെ പാത്രം അപ്പം തന്നെ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. പിന്നെ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ നല്ല ബേൺഡ് ടേസ്റ്റിൽ അടിപൊളി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.